ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു മട്ടൻ കറി ഉണ്ടാക്കുവാണ്. അപ്പോൾ അതിനുവേണ്ടി മട്ടനൊക്കെ കുക്കറിലിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടി. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പ്രഷർ കുക്കർ അടച്ച് വേവിച്ചെടുക്കണം. അപ്പം നമുക്ക് മട്ടൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 8 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്, 2 ഏലക്കായ്, 1 സ്പൂൺ പെരുംജീരകം, 1 കഷ്ണം പട്ട, 2 ഗ്രാമ്പു. ഇനി ഇത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനൊരു 2 സ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ സമയത്ത് നമ്മളുടെ മട്ടനൊക്കെ ഇവിടെ കിടന്ന് നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത്രയായാൽ മതി. ഇനി ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി അത് പൊടിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിക്കുന്നുണ്ട്, കാരണം മട്ടൻ്റെ നന്നായിട്ട് എണ്ണ കാണും. നെയ്യുണ്ട്, അപ്പോൾ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അതിലേക്ക് 1 ഗ്രാമ്പു, 1 ഏലക്കായ്, കുറച്ച് പെരുംജീരകം, 1 കഷ്ണം പട്ട. ഇനി ഇതിലോട്ട് ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുത്ത് ചെറുതായി അരിഞ്ഞത്. ഇനി ഇത് നന്നായി ഒന്ന് വാടി വരണം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന്, ഉള്ളി ഒന്ന് വാടാൻ വേണ്ടി. നമുക്കിതിവിടെ അടച്ച് ഉള്ളി വേവട്ടെ. അപ്പം നമ്മുടെ ഉള്ളി ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിൻ്റെ ഒരു കുത്തുണ്ട്, അതൊന്ന് പോയി കിട്ടണം. അതുവരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്യാം. അതുവരെ ഒന്ന് ഇളക്കിയെടുക്കണം. ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1/4 സ്പൂണ് കുരുമുളക് പൊടി, ഇനി ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വരട്ടെ, അടച്ച് വയ്ക്കാം. തക്കാളിയൊക്കെ ഇവിടെ നന്നായി അടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് വേവിച്ച മട്ടൻ ചേർത്ത് കൊടുക്കുവാണ്. ഇത് നന്നായി മിക്സ് ചെയ്ത് എടുക്കുക. ഹൈ സ്പീഡിലിട്ടിട്ടുണ്ട്.
ഇനി ഞാൻ ഈ നേരത്തെ പൊടിച്ച മസാലയില്ലേ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിവിടെ അടച്ചു. അപ്പം നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ഒരു 2-3 ചെറിയുള്ളി, ഇപ്പോൾ ചെറിയ ഉള്ളി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ എനിക്ക് കുറച്ച് കറിവേപ്പില കൊടുക്കാം. ഇത്രയും മതി. വറുത്തത് ഞാൻ ഈ മട്ടനിലോട്ട് ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതിലോട്ട് ഒരു 1/4 സ്പൂൺ ഗരം മസാല പൊടിച്ചിട്ട് മല്ലിയില ഉണ്ടെങ്കിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിയില ചേർത്തിട്ടില്ല. അപ്പം നമ്മുടെ മട്ടൻ കറി റെഡിയായി. വീട് അടച്ച് വയ്ക്കുക. അടിപൊളി മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരാം. ഓക്കെ, ബായ്.